മഞ്ഞു പെയ്യുന്ന മലരടിക്കാട്ടിന്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യാണ് ഭാഗ്യൻ ട്ടോ. ഇന്ന് ഭാഗ്യന്റെ കൃഷിത്തോട്ടവും അതുപോലെ തന്നെ നമ്മുടെ അടുക്കള വിശേഷം, ചേച്ചിയുടെ വീടിന്റെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് പോകുന്നു ട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്താലോ? ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാറുണ്ട്, പുതിയ വിശേഷങ്ങൾ ഇപ്പം എന്നത്തെയും പോലെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ശ്രീയാണ് ട്ടോ. കുറച്ച് ദിവസമായിട്ട് ഗംഭീര പനി, ചുമ, ജലദോഷം, ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം ഇങ്ങോട്ട് പുറത്തേക്ക് വരാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു നെബുലൈസർ മേടിച്ചത്. അപ്പം ഞാനത് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കൂട്ടാന്ന്. ആക്ച്വലി ഈ നെബുലൈസറിനെ കുറിച്ച് നല്ലൊരു ഓർമ്മയുള്ളത് നമ്മുടെ പീഡിയാട്രിക് വാർഡാണ്. അവിടെ മിക്കതും ഇതില്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ശബ്ദമുഖരിതമല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റില്ല. പഠിക്കുന്ന കാലത്ത് എപ്പോഴും കുട്ടികൾക്ക് കഫക്കെട്ടും അതുപോലെ തന്നെ നെഞ്ചിൽ ഈ സ്പൂട്ടം അക്യുമുലേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ നെബുലൈസർ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് വെന്റിലേറ്ററിന്റെ പോലെയാണ് കേട്ടോ അത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്ന സ്പൂട്ടം ഇങ്ങനെ ഒന്നിങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു സംഭവം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു ലൈഫ് സേവർ ഇല്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അതിൻ്റെ ഒരു ബുക്ക്ലെറ്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് മാസ്കും കാര്യങ്ങളും വയറും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പഠിച്ചിറങ്ങുമ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഒരെണ്ണം വീട്ടിൽ വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിനെ കുറേ നാളായില്ലേ, ഇപ്പം 10-12 കൊല്ലമാറായെന്ന് തോന്നുന്നില്ലേ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ആ ഒരു പ്രൊഫഷനൊക്കെ വിട്ടിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു നൊസ്റ്റാൾജിയ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ശ്രീകുട്ടനും എനിക്കും ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നു ആ ജലദോഷത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക, നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഇതാ 2 മാസ്കാണ് നമുക്ക് കിട്ടിയുള്ളത്. ഒരെണ്ണം നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്, ഇവൻ ന്യൂ ബോണിന് വരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ സംഭവം കേട്ടോ. ന്യൂ ബോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 14 ദിവസമൊക്കെ കഴിഞ്ഞാൽ എമർജൻസി ആണെങ്കിൽ അതിനേക്കാളും മുന്നേ ഉപയോഗിക്കും. അപ്പോൾ 2 മാസ്ക് ഉണ്ട്. പിന്നെ അഡൾട്ടിന് ഉപയോഗിക്കുന്ന മാസ്ക്, ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു മെക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ, മെഷീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ബുക്ക്ലെറ്റിൽ നോക്കിയിട്ടാണ് ഓരോ ഭാഗങ്ങളും നമ്മൾ എന്താ പറയുക മനസ്സിലാക്കുന്നത്. ഓണും ഓഫും സ്വിച്ച് അതുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു വയറുണ്ട്, ട്യൂബുണ്ട്, പിന്നെ മാസ്ക് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പാസ്പെരിനോ അല്ലെങ്കിൽ ഏതാണ് മെഡിസിൻ നമുക്ക് ഒഴിക്കേണ്ടത് ആ ഒരു രീതിയിലുള്ള മെഡിസിൻ ഒഴിക്കാനായിട്ടുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. പിന്നെ അത് ആവിയായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു അടപ്പ് പോലെയുള്ള ഒരു ഭാഗമുണ്ട്. ഇതാണ് മെഡിസിൻ വന്നത് കേട്ടോ. അപ്പോൾ മെഡിസിൻ നമ്മൾ ഈ ഒരു സംഭവം നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. നമ്മൾ ജസ്റ്റ് പോയി പറഞ്ഞാൽ മതി, ഒരു നെബുലൈസർ തരുമെന്ന് പറഞ്ഞാൽ മതി. ഈ മെഡിസിനും നമുക്ക് അഡൾട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രോങ്കൈറ്റീസ് ആണ് അല്ലെങ്കിൽ ആസ്മയാണ്, എല്ലാ രോഗങ്ങൾക്കും വേറെ വേറെ മെഡിസിൻസ് അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ ഡോക്ടർമാരോട് പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ വലിയ ഒരുപാട് അങ്ങനെ ഭയങ്കര എന്താ പറയുക ഹെവി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് അലർജി വരാത്ത ഏതെങ്കിലും മെഡിസിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്, അതാണ് സേഫ്. അത് കാരണം ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ അന്ന് പഠിച്ച രീതിയിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലത്തെ ചികിത്സകളൊക്കെ നടക്കാറ് കേട്ടോ. ഒരു നേഴ്സ് പഠിച്ച ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ, നേഴ്സിംഗ് പഠിച്ച ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ പ്രൊഫഷനായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അവരാണ് ഡോക്ടർ. അവർ സർജറി വരെ ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ, ഡോക്ടറെ അടുത്ത് പോലൊക്കെ വളരെ കുറവാണ്. എല്ലാ ചികിത്സകളും നമ്മുടെ വീട്ടിൽ തന്നെയാണ് നടക്കാറുള്ളത്. അങ്ങനെ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മെഡിസിൻ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആവി പിടിക്കാം. ആവിയല്ല വരുന്നത്, ആ മെഡിസിൻ ഡയറക്റ്റ് നമ്മുടെ ലങ്സിലേക്ക് പോവാണ് ചെയ്യുക കേട്ടോ. ഭയങ്കര റിലീഫാണ് കേട്ടോ ആ മെഡിസിൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്താ പറയുക, ഒരു നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്ക്, ശ്വാസം കിട്ടാണ്ട് വരുന്ന ആസ്മകളൊക്കെ വരാറുണ്ട്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ബ്രോങ്കൈറ്റിസ് വരുന്ന സമയത്ത് ഒരു തുള്ളി പോലും ശ്വാസം എടുക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ വെപ്രാളം പോലത്തെ ഒരു അവസ്ഥ കാണിക്കില്ല. അപ്പോഴാണ് നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടില്ല കേട്ടോ. എന്നാലും ഞാനൊരു ഓക്സിമീറ്ററും അതുപോലെ തന്നെ ഈ ഒരു നെബുലൈസറും തെർമോമീറ്ററും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് മേടിച്ച് വെക്കും കേട്ടോ. തെർമോമീറ്റർ ഡിജിറ്റലും അതുപോലെ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കാൻ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ നമ്മുടെ ഏരിയയിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വരുമോ മാളുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇറങ്ങി ഭയങ്കര ഗമയിൽ ഞാനിപ്പോൾ ശരിയാക്കി തരാം, സ്പാനർ അങ്ങോട്ട് എടുത്തേ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും കേട്ടോ. അപ്പോൾ ഭാഗ്യം വന്നിരുന്നു, ശ്രീകുട്ടൻ വന്നിരുന്നു. അങ്ങനെ എല്ലാവരുടെയും നെബുലൈസേഷൻ കഴിഞ്ഞു. എല്ലാവർക്കും നെബുലൈസ് ചെയ്തു. വെറുതെ റണ്ണിങ് വാട്ടറിൽ കഴുകി വൃത്തിയാക്കി വെക്കുക, അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുക. ശ്രീകുട്ടൻ പോലും ഇത് ഉപയോഗിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അങ്ങനെ അടച്ചു പൂട്ടി നമ്മൾ
ആ ഒരു പരിപാടി അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടക്കം തന്നെ നമ്മുടെ നെബുലൈസറിൽ ആരോഗ്യപരമായിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി അടുക്കളയിൽ കയറാം അല്ലേ? എന്തൊക്കെയോ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ മൈക്കിന് ഒട്ടും ശബ്ദമില്ലാത്ത കാരണമുണ്ടും മൈക്ക് വയ്ക്കാത്ത കാരണമുണ്ടും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ ശ്രീ ഇത് ഒന്നും കേൾക്കില്ലേ പെണ്ണുമ്പള പറയണത് എന്നുള്ള ഒരു പരാതി വരുന്ന കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് വോയിസ് ഓവർ ചെയ്യാന്ന്. ആക്ച്വലി തലേദിവസം കടയിൽ പോയപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. ഇത് നമ്മൾ മീഷോയിലൊക്കെ ഒരുപാട് കാണാറുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് 15 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോവാണ്. വെറും പുട്ടല്ല, നമ്മുടെ അമ്മായി, അതായത് ഇവിടെ ഭാഗ്യൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മയുടെ നാത്തൂൻ, എനിക്കൊരു അമ്മായിയുണ്ട്, സുകുമാമൻ്റെ അമ്മായി കഴിഞ്ഞ ദിവസം ഞാനൊരു ചേട്ടൻ്റെ ഒരു അമ്മായി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടേ അമ്മായി അവിടെ ഒരു പുട്ടിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അമ്മായി ഉണ്ടാക്കുന്ന പുട്ടിന് ഭയങ്കര ടേസ്റ്റാണെന്നാണ് ഭാഗ്യം പറയാറുള്ളത്. ചെറുപ്പത്തിൽ ആ പുട്ട് കഴിക്കുമ്പോൾ ഭാഗ്യം പറയാം അമ്മായിനെ അങ്ങോട്ട് ഉമ്മ വെച്ച് കൊല്ലാൻ തോന്നും അത്രേ. അപ്പോൾ ആ പുട്ടിൻ്റെ കഥ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അങ്ങനെ ആ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ അമ്മയോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഭാഗ്യനാണ് പതിവ് പോലെ തന്നെ നമുക്ക് നാളികേരം ചിരകി തരുന്നതും പിന്നെ ഉടച്ചൊക്കെ തരുന്നത് കേട്ടോ. ഞങ്ങൾ ഹാജരായിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭയങ്കര അനുഭൂതിയാണല്ലേ. ഈ നാളികേരം ഉടക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ മണി വരെ ഓടിയെത്തുന്നേ. അവൾക്ക് ഇത് ചിരകുമ്പോൾ 2 പിടി നാളികേരം ഇട്ട് കൊടുക്കുക, അവൾ വരെ ഓടിയെത്തും. ഭാഗ്യനെ നമ്മുടെ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കടടൊക്കെ ഉരുകൊണ്ടുവരും. ആള് പൊട്ടിക്കലുണ്ട. ഞാൻ എന്തോരം പാടുപെട്ട് ചാണകം ഇട്ട് വളർത്തിയതാണെന്നറിയോന്ന്. അങ്ങനെ ഭാഗ്യം നമുക്ക് വേണ്ട സാമഗ്രികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ഇട്ടിട്ടുള്ള, അതുപോലെ തന്നെ ജീരകവും പിന്നെ ഈ വേപ്പിൻ്റെ ഇലയും പിന്നെ ഉപ്പും പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടിയും. ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. കുഞ്ഞുള്ളി, ജീരകം, അതുപോലെ തന്നെ ചെറുജീരകമാണ്, അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, പെരിഞ്ജീരകമല്ല. ഇത് നമ്മൾ നല്ല ചൂടുവെള്ളം ഒരു മിതമായിട്ടുള്ള ചൂടുവെള്ളത്തിൽ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിരുമ്മി കൂട്ടുക. അതായത് നമ്മൾ കുഴക്കിനേക്കാളും മുന്നേ നന്നായിട്ടൊന്ന് തിരുമ്മണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലേവറുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനും മോനും അവിടെ കരാട്ട പഠനത്തിലാണ്. കരാട്ടെ, കളരി, ഈ വക സംഭവങ്ങളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? എനിക്ക് പുട്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വക സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള പുട്ടാണെങ്കിൽ പിന്നെ കറിയേ വേണ്ട. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, അതൊന്ന് റോസ്റ്റ് ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ ഈ വക സംഭവങ്ങളൊക്കെ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവോള, കുഞ്ഞുള്ളി, ഇതൊക്കെ ചോപ്പർ കൂട്ടണിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പച്ചമുളക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാടൻ പച്ചമുളകാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് പൊടി കുറവ് ഉപയോഗിച്ചാൽ മതി. പിന്നെ പച്ചമുളക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൊതുവെ ശ്രീകുട്ടൻ കഴിക്കുന്ന കാരണം കൊണ്ട് വളരെ കുറച്ച് കാശ്മീരി ചില്ലി മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഞാൻ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. ഇവിടെ അങ്ങനെ വലിയ ഇഷ്ടമില്ല മല്ലിപ്പൊടിയുടെ കുത്ത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഗരം മസാല ഇടണമെങ്കിൽ അതും ഇടാം. കുറച്ച് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുക്കിംഗ് ഒന്നും വലിയ സംഭവമല്ലടോ. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തു വരുമ്പോൾ ശരിയായിക്കോളും. ഒരു വട്ടം ഇടുമ്പോൾ ഇത്തിരി കൂടി അടുത്ത വട്ടം ഇത്തിരി കുറയ്ക്കുക, അത്രയ്ക്കുള്ള ഒരു പണിയുള്ളൂ. പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണമെന്ന് മാത്രം. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ഫണ്ണി ആയിട്ട് എൻജോയ് ആയിട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇതാ നമ്മുടെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് നല്ല കുഴച്ച പുട്ടുണ്ടല്ലോ, പുട്ടിന് കുഴച്ച പൊടി ഉണ്ടല്ലോ, അതും നാളികേരം സാധാരണ നമ്മുടെ ചിരട്ടപ്പൂട്ടിൻ്റെ രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ചുട്ടെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി അമ്മായി പറഞ്ഞത് ഈ നമ്മൾ അപ്പം തന്നെ ചിരകിയ ഇതുണ്ടല്ലോ, നമ്മുടെ എന്താണ് പറയുക, ചിരട്ട, ആ ചിരട്ടയുടെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോഴാണ് അത്ര അതിൻ്റെ ആ ടേസ്റ്റ് വരിക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എനിക്ക് തലയിലേക്ക് കത്തിയില്ല അത്ര പെട്ടെന്ന്. ഞാൻ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിച്ച് കണ്ടെത്തുന്ന ആളല്ലാത്ത കാരണം കൊണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി. ഫൈനലി കുറച്ച് ക്രീം ഒഴിച്ചിട്ടാണ്, നാളികേരം പാലിന് പകരം ക്രീം ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ശ്രീന്ന് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു ക്രീം അങ്ങോട്ട് ഒഴിക്കാമെന്ന്. ക്രീം ഒഴിച്ചപ്പോഴേ എൻ്റെ പൊന്നു മക്കളെ, ചെമ്മീൻ റോസ്റ്റ് വേറെ ലെവലാടാ. ഞാൻ ഉണ്ടാക്കിയ കാരണം കൊണ്ട് പറയല്ല കേട്ടോ, പക്ഷെ അത് ആ ക്രീമിൻ്റെ ടേസ്റ്റ് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ പുട്ടും റോസ്റ്റും ഭാഗ്യം നമുക്ക് കൊടുത്തു നോക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള കൊഞ്ചുകറിയും അതുപോലെ തന്നെ 2 കുറ്റി പുട്ടിൽ കുറച്ച് പുട്ടും ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. കൊഞ്ചെന്ന് കേട്ടപ്പോൾ അപ്പുറത്തൊരു തല വരുന്നുണ്ടോ, പൊന്തി വരുന്നുണ്ടോ. ആ തലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചിട്ട, ആ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആള് അമ്മേ എനിക്ക് പുട്ട് വേണ്ട, എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. ചോറിൻ്റെ ആളാണ്. അതാണ് കേട്ടോ ശ്രീകുട്ട തിരിച്ച് തടിച്ച് വരുന്നതിൻ്റെ കാര്യം. നന്നായിട്ട് ചോറ് കഴിക്കും.
അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു ഉരുള എൻ്റെ മോനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ശ്രീകുട്ടൻ എങ്ങനെയാണ് തടി വെച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ്. പണ്ടോ ശ്രീകുട്ടൻ ഒന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവനെ കൊണ്ട്. പക്ഷേ ഇപ്പോൾ ആൾ കിടുവാണ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും അത് വലുതാവുമ്പോൾ ശരിയായിക്കോളും എന്നാണ് പറയാറ്. അങ്ങനെ ചേച്ചിയുടെ വീട് പണിയൊക്കെയല്ലേ, അപ്പോൾ ഭാഗ്യം ചേച്ചിക്ക് ഒരു സമ്മാനം മേടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ? വീട് പണി കഴിയുമ്പോൾ നല്ല മനസമാധാനത്തോടെ കിടന്നുറങ്ങണ്ടേ? അതിന് വേണ്ടിയിട്ട് ഭാഗ്യൻ എന്തോ സംഭവം ചേച്ചിക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട് അത്രേ. അത് കിണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. വേറെ ഒന്നല്ല, മനസമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ എന്താ വേണ്ടത്? നല്ല അടിപൊളി കിടക്ക വേണം. അങ്ങനെ നമ്മൾ കിടക്ക മേടിച്ചിട്ടുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. അതൊന്ന് അൺബോക്സിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ. ധാരാളമായിട്ട് കണ്ടുവരുന്ന നമ്മുടെ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കുന്ന എമ ബെഡിൽ, അതാണ് നമ്മൾ രണ്ടെണ്ണം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അൺബോക്സിങ് ചെയ്യാന്ന് വിചാരിച്ചു. എയർ കംപ്രസ്ഡ് ആയിട്ടാണല്ലോ ഈ സംഭവം വരുന്നത്. അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? അഡ്വാൻസ്ഡ് ടെമ്പറേച്ചർ റെഗുലേഷൻ ഉണ്ട് അത്ര. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും നല്ല കൂളായിട്ട് നമ്മുടെ ബോഡി ഇരിക്കാനുള്ള ഒരു കഴിവ് ഈ ബെഡിന് ഉണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. എയറോഫ്ലക്സ് സ്പ്രിംഗ് ടെക്നോളജിയിൽ വരുന്ന നമ്മുടെ ഈ ബെഡിന് കുറച്ച് വേരിയന്റുകൾ ഉണ്ട്. സിംഗിൾ, ഡബിൾ, ക്യൂൻ, കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കട്ടില് ഏത് അളവിലുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ബെഡ് നമ്മുടെ വീട്ടിലെത്തും കേട്ടോ. 6 ലെയർ ആയിട്ട് വരുന്ന നമ്മുടെ ഈ എമയുടെ ബെഡില് കംഫർട്ടബിൾ ആണ്, ഓർത്തോപീഡിക് ആണ്, കൂളിംഗ് ഉണ്ട്, മാത്രമല്ല മോഷൻ അബ്സോർപ്ഷനും കൂടി ഉള്ളതാണ് കേട്ടോ. ഈ 6 ലെയർ ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു വെന്റിലേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതൊരു ഡ്രൈ കവറാണ് കേട്ടോ. ആന്റി അലർജിക് ആണ്, മാത്രമല്ല ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ രണ്ടാമത്തെ എയറോജൽ ഫോമും അതുപോലെ തന്നെ അൾട്രാ ഡ്രൈ കവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഹലോ മെമ്മറി ഫോം ഉണ്ട്, അതാണ് കുറച്ച് തിക്ക് ഉള്ളത് കേട്ടോ. അത് നമ്മുടെ ബോഡിയുടെ ആ ഷേപ്പിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എയറോഫ്ലെക്സ് സ്പ്രിങ്സ് ഉണ്ട്, അത് നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നില്ലേ, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് താഴെയൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കട്ടിയുള്ള കവറും കാര്യങ്ങളും കൂടിയിട്ട് ഒരു 6 ലെയറിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതുപോലെ എയർ കംപ്രസ് ചെയ്തിട്ട് വരുന്ന കാരണം കൊണ്ട് നമുക്ക് തുറക്കുമ്പോൾ തോന്നും അയ്യോ ഇതിന് ഒട്ടും കട്ടിയില്ലല്ലോ എന്ന് തോന്നും കേട്ടോ. പക്ഷെ അതിലേക്ക് വൺസ് എയർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുന്നും കാട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ബെഡുകൾ, എയർ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വീർത്ത് ഇങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ വരും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ട്, നല്ല ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിന് ഒരു ഏഷ്യ കളറിലാണ് വരുന്നത് കേട്ടോ. അടുത്ത സൈഡ് വൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഭയങ്കര ഇങ്ങനെ പോൾസോളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ആദ്യത്തെ ഒരു ലെയർ നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. ഈ കാണുന്ന ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന് മൊത്തത്തിൽ അതിൻ്റെ കവറൊക്കെ ഒന്ന് കീറിയെടുക്കുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് വെച്ചിട്ട് അങ്ങനെ അതിങ്ങനെ അതിൻ്റെ പ്ലാസ്റ്റിക് കവർ നമുക്ക് റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ കിട്ടും. മാത്രമല്ല നമുക്ക് അതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി ബുക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ടുള്ള ഈ ഒരു ബുക്ക്ലെറ്റ് അടക്കമാണ് കേട്ടോ വരുന്നത്. ഈ ബുക്ക്ലെറ്റും അറ്റാച്ചിട്ടിട്ടാണ് ആ ബ്ലേഡ് ഇരിക്കുന്നുണ്ടാവുക. പിന്നെ നമുക്ക് കണ്ട QR കോഡും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. 100 ദിവസം നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാന്ന് പറയുന്നത്. മാത്രമല്ല 15 കൊല്ലത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ബെഡ് ഷെയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ വീട്ടിൽ, ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ അധികമാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കിടക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ഒരു കുഴിയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് അവരവിടെ കിടക്കുന്നുണ്ടെന്നൊരു ഫീലേ തോന്നില്ല കേട്ടോ. നമ്മളിത് ഓർഡർ ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിലെത്തുകയും ചെയ്യും. മാത്രമല്ല ഫ്രീയും ആണ് കേട്ടോ സംഭവം. പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടും. നോ കോസ്റ്റ് EMI ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ്. 100 ദിവസം ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരത് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. നമ്മുടെ പൈസയും കിട്ടും. അപ്പോൾ 100 നൈറ്റ്സ് ഇത് നമുക്ക് ഫ്രീ ട്രയലാണ് കേട്ടോ. കഥ പറയൽ മാത്രമല്ലല്ലോ, ശ്രീ സാധനം തുറക്കണില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഫൈനലി തുറന്നു വന്നിരിക്കുകയാണ്. കുട്ടികളെ തുറന്നു വന്നിരിക്കുകയാണ്. ഭാഗ്യൻ്റെ ക്ഷമയില്ലാണ്ട് വലിച്ചു കീറി തുറന്നപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് വീർത്ത് വന്നോട്. അത് ഭയങ്കരമായിട്ട് കണ്ണിന് ഇങ്ങനെ കുളിർമയേകുന്നൊരു കാഴ്ചയാണ് കേട്ടോ. മെത്ത പോലെ ആവാന്ന് പറയില്ലേ, അതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഫൈനലി. ഇതാ കണ്ടോ, നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇതുപോലെ 2 ഇങ്ങനെ ഒരു ഹോൾഡർ പോലെ ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബെഡ് ഒന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് വെയിലത്ത് ഇടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മറച്ചിടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആഷ് ഭാഗം അടിയിലേക്ക് പോകണം, വൈറ്റ് ഭാഗം മുകളിലേക്ക് വരണം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ പോൾസ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് 3 മാസമൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് 100 ദിവസത്തെ ട്രയൽ പീരീഡാണ് അവർ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉപയോഗിക്കുമ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കാം. 15 കൊല്ലം എന്ത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും അവരതിന് റെസ്പോൺസിബിൾ ആണെന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ പൊന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. അത് ഭയങ്കര നമ്മൾ ഉപയോഗിക്കുന്ന കിടക്കേക്കാളും കുറച്ചും കൂടി 10 ഇഞ്ചിൻ്റെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഭയങ്കര
കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എമയുടെ ഈ പ്രൊഡക്റ്റിന് എന്ന് പറയുന്നത് കണ്ടോ, നിങ്ങൾക്ക് ഭാഗ്യം ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കുഷൻ ഇഫക്റ്റ് അനുഭവപ്പെടുന്നുണ്ടാവും അല്ലേ. ഈ 6 ലെയേഴ്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ഫുൾ ഷേപ്പ് ഇതങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കഴുത്ത് വേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നടുവേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഓർത്തോപീഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാനോ സ്പ്രിങ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ എമ ബെഡ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഒരു ജർമ്മൻ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാങ്കേതിക മികവ് അതിനുണ്ട്. മാത്രമല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു അളവിലുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് സിബ് വൈസാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് ഊരി വേണമെങ്കിൽ ഒന്ന് കഴുകിക്കിടൊക്കെ ചെയ്യാം. അങ്ങനെയൊന്നും ആവശ്യമൊന്നും വരില്ല. കാരണം നമ്മളെപ്പോഴും ബെഡ് കവർ ഉപയോഗിച്ചിട്ടല്ലോ ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, അതിൻ്റെ ഒരു കംഫർട്ടബിൾ ഞാനൊന്ന് ആസ്വദിച്ചു കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കത് ചേച്ചിക്ക് കൊടുത്തു വിടില്ല. അപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ്, എനിക്ക് കഴുത്തുവേദനയുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത് ഒരെണ്ണം നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചിട്ടാലോ എന്ന്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇതൊരു ഇതിൻ്റെ പില്ലോയും കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടോ, കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊരു കൂപ്പൺ കോഡ് ഞാൻ താഴെ അവിടെ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടോട് കൂടി തന്നെ മേടിക്കാൻ പറ്റും. അപ്പോൾ ബെഡിൻ്റെ പേരും കാര്യങ്ങളും മറക്കണ്ട, ഓൺലൈനിൽ അവൈലബിൾ ആണ്, വാറണ്ടിയും അധികം ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചാറ്റ് വഴിയോ അല്ലാതെയോ നമ്മുടെ കട്ടിലിനനുസരിച്ചിട്ടുള്ള ബെഡ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. മാത്രമല്ല ഇപ്പോൾ വലിയ ഓണം സെയിൽ വരുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ സെയിൽ എന്ന് പറയുന്നത് ഇതാ ഓണത്തിന് വരുന്ന സെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡും ഈ സെയിലും കൂടി ആകുമ്പോൾ അടിപൊളി ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ ബെഡൊക്കെ അൺബോക്സിങ് ചെയ്തു, ചേച്ചീനെ വീഡിയോ കോളിൽ കാണിപ്പിച്ചു. ഞാൻ അളവൊക്കെ എടുത്തിട്ട് തന്നെയാണ് ചെയ്ത് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ 2-3 ബെഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കുള്ള ബെഡൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചീശെ സ്വരുക്കൂട്ടി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബെഡും സ്വരുക്കൂട്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കേൽക്കുള്ള പരിപാടികളൊക്കെ നോക്കണ്ടേ. എന്നാൽ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാമെന്ന്. മഴയൊക്കെ പെയ്ത കാരണം കൊണ്ടേ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്പക്കായ തോട്ടത്തിൽ ഇങ്ങനെ കയ്പക്കായ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നു മക്കളെ അടിപൊളിയാണെടാ. ഞാനത് ഷൂട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് ദിവസം പിന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. മുന്നോട്ട് വരല്ലേ ഇപ്പം എന്താ പറയുക, അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വലിയൊരു വശത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കയ്പക്കായ തോട്ടം കാണാൻ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. കളഞ്ഞിട്ട് രണ്ടാമത് കുത്തിയതെന്ന് പറഞ്ഞു. പാവയ്ക്കാത്തോട്ടം മാത്രമല്ല പടവലങ്ങി ഉണ്ട് കേട്ടോ. പിന്നെ വാഴയും ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം. കൃഷി വിപുലമായിട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ഭാഗ്യൻ. കണ്ടോ, ഇത് ഉണ്ടായി വരണേ ഉള്ളൂ. ഇപ്പം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓണത്തിന് നമ്മുടെ KMBയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പച്ചക്കറികൾ കൊണ്ടുപോകാവുന്നതാണ്. അടിപൊളിയായിട്ട് ജൈവ മാത്രം ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ എല്ലാതും. പിന്നെ KMB കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മുടെ വിപുലമായ ഷോപ്പ് കാണിച്ചു തരാം. കാട്ടിത്തെ പുല്ലും മേടും ഒക്കെ പറിച്ച് പാവയ്ക്കയും കൊണ്ട് പടവലങ്ങയും കൊണ്ട് നമുക്ക് ഇനി വീട്ടിൽ പോവാം. പോണ വഴിക്ക് നമുക്കൊരു പപ്പായും വലിയ സുഖമൊന്നുമില്ല കേട്ടോ. പൊട്ട സ്മെല്ലാണ്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കും ചാണകവും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഈ പാവലിന് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പരമാവധി ജൈവവളങ്ങളാണ് പാവലിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധനം നമ്മൾ ഇനി 1 ലിറ്റർ എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കും ഈ ഡ്രമ്മിൽ. എന്നിട്ട് എല്ലാത്തിൻ്റെയും കടക്കി ഒഴിച്ചു കൊടുക്കും. നല്ല ജൈവവളത്തിൽ ഏറ്റവും നല്ലതാണ് കപ്പലണ്ടി പിണ്ണാക്ക് ചാണകം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. അച്ഛൻ വായോ എന്ന് പറയണ ഫ്രൂട്ട് അച്ഛൻ വായോ പപ്പായ. നീ ഭയങ്കര ബുദ്ധിമാനാണല്ലടാ പുത്ര. ഇത് പഴുത്തത് നമുക്ക് കഴിക്കാൻ പിടിച്ച നമുക്ക് പപ്പായ കുഞ്ഞിന് പറയാം. നമ്മുടെ നോനിമ കായ് ഉണ്ടായിട്ടോ. കണ്ടോ, ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റാണെന്ന് പറയുന്നത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ പറമ്പിലും കാട്ടിലും മേട്ടിലും ഒക്കെ നടന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് എപ്പോഴും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ അത് കഴിച്ച് ഇപ്പം ഞാൻ പാവയ്ക്ക കഴിക്കാതെ ഞാൻ പാവയ്ക്ക പോലും കഴിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ മഴ പെയ്ത് സമയമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എല്ലാം അങ്ങനെ പറമ്പിൽ തന്നെ ഉണ്ടാവും. പപ്പക്കായ, പടവലങ്ങ, പിന്നെ നമ്മുടെ കയ്പക്കായ. ഒരു ദിവസം കയ്പക്കായ ചാറ് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കയ്പക്കായ ഉപ്പേരി വയ്ക്കും. പിന്നെ തോരൻ വയ്ക്കും, അവിയൽ വയ്ക്കും, പടവലങ്ങ ഉപ്പേരി വയ്ക്കും, പടവലങ്ങ പരിപ്പിട്ട് വയ്ക്കും, മാങ്ങയിട്ട് വയ്ക്കും, ചക്കയിട്ട് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ടുള്ള പൂക്കള്. നമുക്ക് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഫുഡ് എന്ന് പറയുന്നത് നോൺ വെജിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളവിടെ ഉണ്ട്. ചീര, പടവലങ്ങി വക സാധനങ്ങളൊക്കെ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കരിയോട്ട ഇന്ന് കൊടുത്തു വിട്ട അമ്മ ഇന്നലെ കടയിൽ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്.
ഉണ്ട്. നമുക്ക് നല്ല പ്ലാസ്റ്റിക് കേട്ടോ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൊട്ടാത്ത പ്ലാസ്റ്റിക് അരിസ്റ്റോ. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ മറന്നായിരുന്നു. നമ്മുടെ ഓഫീസ് റൂമിൽ എല്ലാം സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറന്നു. എല്ലാം അവിടെയെല്ലാം ഇറക്കി വെച്ചാണ് നമ്മൾ ചേച്ചിക്ക് ഈ പാത്രങ്ങൾ മേടിച്ച വീഡിയോയിൽ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കാൻ ഞാൻ നമ്മുടെ ക്യാമറാമാനെ കൊണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്തൊക്കെയാണ് നമ്മുടെ റീലുകളൊക്കെ എടുക്കാറ് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോൾ എനിക്ക് ചാൾസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് വെച്ചാൽ അനിയനെ പോലെ ഒരു അനിയൻ. ആള് വന്നിട്ടാണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാറുള്ളത് കേട്ടോ. അപ്പോൾ ഭാഗ്യനും ശ്രീകുട്ടനും ഞാനും ഏട്ടനൊക്കെ കൂടി നമ്മുടെ റീൽസിനുള്ള പരിപാടികളൊക്കെ ഒരുക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മേടിച്ചതാണ് പുതിയൊരു നമ്മുടെ ചോറും പാത്രം. എനിക്ക് ഇങ്ങനെ ഒരേ കളറുള്ളത് ഉണ്ടായിരുന്നു, നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പല വർണ്ണത്തിലുള്ളത് നമ്മുടെ ആമസോണിൽ കണ്ടപ്പോൾ അതും കൂടി മേടിച്ചതാണ് കേട്ടോ. ഇതാ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അത്. ആക്ച്വലി ഈ ഒരു വട്ടം ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് ബാഗിന് കൊടുത്തു വിട്ടുള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെയാണ് കൊടുത്തു വിടാറുള്ളത്. രണ്ടും നമ്മൾ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. അടിപൊളിയാണ് രണ്ടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരേ ഷേപ്പ്, പക്ഷേ കളർ വ്യത്യാസം മാത്രമേ മാറ്റേണ്ടത് മാത്രം. അത്യാവശ്യം വാല്യൂ ഉണ്ട് കേട്ടോ നമ്മുടെ കളർ ചേഞ്ച് ഉള്ളതിന്. പിന്നെ എനിക്ക് അതിനോടുള്ള ആ ഒരു കളറും നമുക്ക് വീഡിയോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നും റീലൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ്. അങ്ങനെ അതിൻ്റെ പരിപാടികളും ആകാംക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പാവയ്ക്ക നന്നാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ നാളികേരം കുത്തിട്ടൊക്കെയാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഒപ്പം സഹായിക്കാനായിട്ട് വന്ന ആൾക്കാർ തൊട്ടപ്പുറത്തിരുന്ന് ചെസ് കളിക്കുന്നുണ്ട്. പിന്നിലിരുന്ന് കലപിലാന്ന് പറയേണ്ടി വരും, എനിക്കത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അതാണ് ഫൈനലായിട്ടുള്ള റിസൾട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ പാത്രം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്ടൻസിൽസ് ബൈ മാർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, നാളികേരം കൊത്ത്, നാടൻ പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇത്രയും സാധനങ്ങൾ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ മണം വരുന്ന വരെ നമ്മൾ മൂപ്പിച്ചെടുക്കും. മണം എൻ്റെ വലിയ നിങ്ങൾക്ക് മണം ഉണ്ടല്ലോ, മണം അതെന്നെടാ, അത് വരുന്ന വരെ നമ്മൾ മൂപ്പിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ അതിലൊന്നും ഇടില്ല. എന്നിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചോപ്പറിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ഭംഗിയിൽ വരും. അങ്ങനെ നമുക്ക് എന്താ പറയുക, വറുത്തെടുത്ത പോലെയൊക്കെ വരും. അതിലേക്ക് നമ്മുടെ ഈ ഒരു പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തപ്പോഴേക്ക് കൊതിയായിട്ട് വയ്യ. പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തപ്പോഴേ നമ്മുടെ പാവയ്ക്ക തോരൻ ഉപ്പേരിയാ, നമ്മുടെ തൃശ്ശൂർ ഉപ്പേരിയാണ്, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ തന്നെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ഒരു അഹങ്കാര ഭാവം ഉണ്ടല്ലോ അതിൽ, വെറുതെ പറഞ്ഞതാട്ടടാ. നമ്മുടെ ക്യാമ്പിൽ പോയതൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അയച്ചു തരാനൊന്നും പറയരുത്, ചീഞ്ഞൂല്ലേ. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു പപ്പായെങ്കിലും ഞാൻ തന്നു വിടാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കും അത് കറി വെച്ചിട്ട് ശ്രീ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കിട്ടിയിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവർ, അയ്യോ പറഞ്ഞിരിക്കില്ല നമ്മുടെ കറി പോയില്ലോ. അത് നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പടവലങ്ങ നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അത് ആ ഒരു എണ്ണയിൽ കിടന്ന് വേവണം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അപ്പോൾ ആവിയിൽ കിടന്ന് അതിങ്ങനെ വേവും. ആവിയിൽ കിടന്ന് വേവുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. അതിൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നാം പാലിൽ വീണ്ടും നന്നായിട്ട് വേവണം. അപ്പോഴാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ തമ്പാൽ ഒഴിച്ചു കൊടുക്കുക. തമ്പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ രണ്ടാം പാലിൽ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മീൻ കൂട്ടാൻ വെക്കില്ലേ, അതേ ഒരു പരിപാടി തന്നെ. ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളതിൽ കുടംപുളി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് നെത്തോലി ഉണ്ടായിരുന്നു 2-3 മീൻ വറുത്തത് ഒരു സൈഡിൽ ഇങ്ങനെ കടിക്കാനില്ലെങ്കിൽ എന്തോ വലിയൊരു കുറവ് പോലെയാണ് നമുക്ക്. അത് കാരണം മീൻ വറക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് തമ്പാൽ, ഒന്നാം പാൽ കേട്ടോ. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പിന്നെ തിളയ്ക്കൊന്നും വേണ്ട, നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ നെത്തോലി അല്ല, ഇത് വെളൂരി എന്നാണ് നമ്മുടെ ഇവിടെ പറയുക. രണ്ട് മീനല്ലേ, വെളൂരിയാണ്. ഇതിൽ ചെതമ്പലുണ്ടാവും, നമ്മുടെ കൊഴുവയ്ക്ക് ചെതമ്പലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ആ മീനാണ് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുഞ്ഞുള്ളി ഇട്ടിട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കാച്ചിയെടുക്കുക. ഈ ഒരു പരിപാടി മാത്രമാണ് നമ്മുടെ പടവലങ്ങ കറിക്കുള്ളൂ. കുറേ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അമ്മയ്ക്ക് കൊടുത്തു വിടും കേട്ടോ, നമ്മുടെ കടയിലേക്ക് കൊടുത്തു വിടും ചില ദിവസങ്ങളിൽ. എന്നും വിചാരിക്കും ഇതുപോലെ കെട്ടിപ്പൂട്ടി ഭാഗ്യന് കൊടുത്തു വിടണം, ഭാഗ്യം പുറത്തുനിന്ന് ചില
ദിവസങ്ങളിൽ ഭാഗ്യം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും, പോകുന്ന വഴിക്കൊക്കെ. എനിക്ക് ഷൂട്ടുള്ള ദിവസമോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യാനുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ചെറിയ രീതിയിൽ മടിയൊക്കെ കാണിക്കും. മടിയല്ലടാ, കൂട്ടിയേ കൂടില്ലേ നമ്മളെ കൊണ്ട്. ആ സമയത്ത് ഭാഗ്യം പുറത്തുനിന്ന് കഴിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം എന്ന്. അങ്ങനെ നമ്മൾ ചോറ് വിളമ്പി, വെള്ളയിൽ നമ്മുടെ പടവലങ്ങ കറി വിളമ്പി, പിങ്കിയിൽ നമ്മുടെ തോരൻ വിളമ്പി, ഏറ്റവും ലാസ്റ്റ് നമ്മൾ നമ്മുടെ പച്ചയല്ലേ വരുന്നത്, പച്ചയിൽ നമ്മൾ എന്താടാ വിളമ്പാൻ പോണേ, നമ്മുടെ മീൻ വറുത്തത്, വെളൂരി വറുത്തതും വിളമ്പി അടച്ചു വെച്ചു. വിഭവസമൃദ്ധമായൊരു സദ്യ കഴിക്കാൻ, വയറ് നിറച്ച് മനസ്സ് നിറച്ച് കഴിക്കാനായിട്ട് ഈ 4 തട്ടിൻ്റെ ഒരു ചോറ് പാത്രം മതിയിട്ടാ. ചോറ് പാത്രത്തിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടാ, ഇതിന് വേണമെങ്കിൽ ഞാൻ താഴത്ത് ലിങ്ക് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ സംഭവം അടിപൊളിയിടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചോറും പാത്രവും ഇന്നത്തെ വിഭവങ്ങളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ചേച്ചിക്ക് മേടിച്ച കിടക്കയിൽ എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കണം എന്നുള്ള ആഗ്രഹവുമായി ഞാൻ വീണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര സ്പ്രിങ് പോലത്തെ കിടക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് ഷൂട്ട് വേറെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചാൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓണത്തിൻ്റെ ഒരു കിറ്റ് ഓപ്പൺ ചെയ്തത്, പിന്നെ ആ സാരിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഓണത്തിൻ്റെ കിറ്റുള്ള വീഡിയോയുടെ ഈ കുട്ടിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ബെഡിൻ്റെ ലിങ്കും നമ്മുടെ ടിഫിൻ ബോക്സിൻ്റെ ലിങ്കും നെബുലൈസറിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ്മെൻ്റ് ആയി, നിങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് ചിരിച്ചു സന്തോഷിച്ചു എന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക കമൻറ്റ്. സ്നേഹപൂർവ്വം ശ്രീജ.